2024 പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷികളിൽ രണ്ടാം സ്ഥാനം കിട്ടിയത് കോൺഗ്രസിനാണ്. 99 സീറ്റുകളാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയത്. പക്ഷേ കോൺഗ്രസിന്റെ 99 എംപിമാർക്കെതിരെയും നല്ല 8ന്റെ പണിയുമായി എത്തിയിരിക്കുകയാണ് ഡൽഹി ബേസ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിഭാഷകൻ. വിബോർ ആനന്ദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. രാഷ്ട്രപതിക്ക് അദ്ദേഹം ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. അതായത് കോൺഗ്രസിന്റെ 99 എംപിമാരെയും അയോഗ്യരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രപതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രപതിയുടെ അഭിപ്രായം അറിഞ്ഞതിനു ശേഷം കോടതി മുഖാന്തരം തന്നെ ഇത് നേടിയെടുക്കുമെന്നാണ് ഈ അഭിഭാഷകൻ പറയുന്നത്. ഇദ്ദേഹം ഇത് പറയുന്നതിന് കൃത്യമായ കാരണവുമുണ്ട്. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 123 ക്ലോസ് 1 പ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ട് ഈ 99 പേര് എന്നാണ് പറയുന്നത്. ഇനി ഈ പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് അഥവാ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 123 ക്ലോസ് 1 എന്താണെന്നൊന്ന് നോക്കാം. ഈ സെക്ഷൻ പ്രകാരം കുറ്റകൃത്യം വേണമെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം: ജനങ്ങൾക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തുകൊണ്ട് വോട്ട് വാങ്ങി വിജയിച്ചു എന്നുള്ളതാണ് കുറ്റം. അതാണ് 123 ക്ലോസ് 1 എന്ന് പറയുന്ന സെക്ഷനിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് 2024 പൊതുതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവരുടെ ഒരു ഗ്യാരണ്ടി കാർഡ് വിതരണം ചെയ്തിരുന്നു. അതായത് കോൺഗ്രസിനെ വിജയിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 8500 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നും ഏകദേശം മാസം 1 ലക്ഷം രൂപയോളം നൽകുമെന്ന തരത്തിലുള്ള ഒരു ഗ്യാരണ്ടി കാർഡ് വിതരണം ചെയ്തുകൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിച്ചിരുന്നത്. ഇത്തരത്തിലൊരു ഗ്യാരണ്ടി കാർഡ് നൽകിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു എന്ന കാരണം തന്നെയാണ് ഈ ഹർജിയിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. 10 പേജുള്ള ഒരു ഹർജിയാണ് രാഷ്ട്രപതിക്ക് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ രാഷ്ട്രപതിയുടെ ഒപ്പീനിയൻ അറിഞ്ഞതിന് ശേഷം മാത്രമേ കോടതിയെ സമീപിക്കൂ എന്നാണ് അഭിഭാഷകൻ പറയുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെയും ഇത്തരത്തിലുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടികൾ നൽകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്ന ഗ്യാരണ്ടി കാർഡ് എന്ന് പറയുന്നത് വോട്ടിന് പകരം പണം നൽകാമെന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയായിരുന്നു എന്നാണ് അഭിഭാഷകന്റെ പ്രധാനമായിട്ടുള്ള ആരോപണം. ഏകദേശം 8 കോടി ഗ്യാരണ്ടി കാർഡുകളാണ് കോൺഗ്രസ് അച്ചടിച്ചിരുന്നതെന്നും ഇത് കൃത്യമായി തന്നെ വീടുകളിലൂടെ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ജനതയുടെ വീടുകളിലൂടെ വിതരണം ചെയ്യുകയും അവരുടെ കയ്യിൽ നിന്ന് ഒരു ഫോം ഫില്ല് ചെയ്ത് വാങ്ങുന്നത് പോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുകയും അതിനനുസരിച്ച് അതൊരു ഗ്യാരണ്ടി കാർഡ് പോലെ നൽകുകയും ചെയ്തു എന്ന തരത്തിലൊക്കെയാണ് ഈ പറയുന്ന അഭിഭാഷകന്റെ പ്രധാനമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത്. 12 ഭാഷകളിലാണ് കോൺഗ്രസ് പ്രധാനമായിട്ടും ഈ ഗ്യാരണ്ടി കാർഡ് അടിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 8 കോടി കാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിബോർ ആനന്ദ് എന്ന ഈ അഭിഭാഷകൻ രാഷ്ട്രപതിയെ കാണുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരമുള്ള പ്രധാന സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനം തന്നെയാണ്. പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള അധികാരി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. പരാതിയിൽ ആവശ്യപ്പെടുന്നത് പോലെയുള്ള ഒരു അന്വേഷണം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഈ 99 എംപിമാരും വിജയിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ വോട്ടിന് പണം എന്ന തരത്തിലുള്ള ഒരു ടേംസിന്റെ പുറത്താണ് എന്നൊരു പക്ഷേ തെളിയിക്കാൻ സാധിച്ചേക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന അഭിഭാഷകൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ പറയുന്ന 99 എംപിമാരും അയോഗ്യരാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അധികാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 8500 രൂപ മാസവും അതല്ലെങ്കിൽ വർഷം 1 ലക്ഷം രൂപയും നൽകാം എന്ന് പറഞ്ഞതിനപ്പുറം ഗ്രൗണ്ട് ലെവലിൽ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തിരിക്കുന്നത് വോട്ടിന് പണം നൽകാം എന്ന തരത്തിൽ തന്നെയാണ്. കാരണം അത്തരത്തിലവർ പ്രചരണം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ ഉത്തർപ്രദേശ് പോലെയുള്ള അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ നിരക്ഷരരായിട്ടുള്ള സ്ത്രീ വോട്ടർമാർ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കോൺഗ്രസിന്റെയും മറ്റും ഓഫീസുകളിലേക്ക് ജാഥയായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനു പുറമെ തന്നെ പോസ്റ്റ് ഓഫീസുകളിലും മറ്റും അക്കൗണ്ട് തുറക്കാനായി സ്ത്രീകളുടെ തന്നെ പ്രധാന ക്യൂ ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ സ്ത്രീ ജനങ്ങളെയാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു ഗ്യാരണ്ടി കാർഡിലൂടെയും അതല്ലെങ്കിൽ പണം വാഗ്ദാനം ചെയ്തതിലൂടെയും ലക്ഷ്യം വെച്ചത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ വോട്ട് തന്നെയാണ് മറിഞ്ഞത്. എന്തായാലും ഈ ഒരു നെറികേട് കാണിച്ചുകൊണ്ടാണ് 99 കോൺഗ്രസ് എംപിമാർ വിജയിച്ചത് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ പറയുന്ന മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല. മറിച്ച് 2ാം സ്ഥാനത്ത് വരുന്ന വ്യക്തി അല്ലെങ്കിൽ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഏത് പാർട്ടിയാണോ ആ പാർട്ടിയെ വിജയിയായി പ്രഖ്യാപിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം. അത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ 14 സീറ്റുകളാണ് കോൺഗ്രസ് കേരളത്തിൽ ജയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു അയോഗ്യത വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ 14ൽ 13 സീറ്റുകളും LDFന് ലഭിക്കും. കേരളത്തിൽ തിരുവനന്തപുരത്ത് താമര വിരിയാനുള്ള സാഹചര്യവും വരും. ഇത്തരത്തിൽ കപട വാഗ്ദാനങ്ങൾ നൽകി വോട്ട് പിടിക്കുന്ന രീതിയെ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ അത് നിർത്തലാക്കണമെന്ന് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഹർജികൾ ഇന്ത്യയുടെ പരമോന്നത കോടതിക്ക് മുൻപാകെ വന്നെങ്കിലും അത്തരത്തിലുള്ള ഹർജികളിലൊന്നും തന്നെ കാര്യമായ നടപടികൾ സുപ്രീം കോടതി എടുത്തിട്ടില്ല. ചില ഗൈഡ് ലൈനുകൾ പുറത്തിറക്കിയെങ്കിലും അതൊന്നും കാര്യമായി നടക്കുന്ന സാഹചര്യവും ഉണ്ടായില്ല 2024 തെരഞ്ഞെടുപ്പിൽ എന്ന് വേണം കരുതാൻ.
ദീർഘകാലമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുക എന്ന് പറയുന്നത് വളരെ ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ദീർഘകാലമായി ഭരണപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഫ്രീബികൾ ഓഫർ ചെയ്തുകൊണ്ട് വോട്ട് നേടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒരുപക്ഷെ BJPയെ ഈ പറയുന്ന 2024 തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് വലിച്ച പ്രധാന ഘടകം എന്ന് പറയുന്നതും ഇതാണ്. കോൺഗ്രസ് തുറന്നുവിട്ട ഈ ഒരു ഫ്രീബി ഭൂതത്തെ കുടത്തിലടയ്ക്കാൻ വേണ്ടി BJPക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ കോൺഗ്രസ് തുറന്നുവിട്ട ഫ്രീബി ഭൂതത്തെ കോൺഗ്രസിന് തന്നെ കൂട്ടിലടയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ കാര്യമായ തെറ്റിദ്ധാരണ ഈ പറയുന്ന ഗ്യാരണ്ടി കാർഡിന്റെ പേരിൽ വന്നിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള സ്ത്രീജനങ്ങൾ കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസുകൾക്ക് മുന്നിൽ 8,500 രൂപയ്ക്ക് വേണ്ടിയും 1 ലക്ഷം രൂപയ്ക്കും വേണ്ടിയും ക്യൂ നിൽക്കുന്നത്.